വമ്പൻ സൈബർ അറ്റാക്ക് നേരിടും യൂറോപ്പിലെ പല രാജ്യങ്ങളും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ സ്പെയിനിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നു. സ്പെയിനിൽ വൈദ്യുതി തടസ്സമുണ്ടായിരിക്കുന്നു, സകല ഇന്റർനെറ്റ് കട്ടായിരിക്കുന്നു, സകല നെറ്റ്വർക്കുകളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത് പോലും ഇന്റർനെറ്റിലാണ്. ഒരു നിമിഷം പോലും ഇന്റർനെറ്റ് ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ സാധിക്കില്ല. കാരണം മറ്റുള്ളവരുമായി എങ്ങനെ സംസാരിക്കണം, എന്ത് രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്റർനെറ്റ് അല്ലാതെ വെർച്വൽ ലോകത്താണ് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്പെയിനിലെ ഗവൺമെന്റിനെ പോലും ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം, ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വലിയ തിരിച്ചടി കൊടുക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും 5000-ലധികം സൈബർ അറ്റാക്കുകളാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം വളരെ ഗംഭീരമായിട്ടാണ് ഈ 5000 സൈബർ അറ്റാക്കുകളെയും ന്യൂട്രലൈസ് ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് സ്പെയിനിന് പഠിക്കാവുന്ന കൃത്യമായിട്ടുള്ള ഒരു പാഠമാണ്. ഇത് മാത്രമല്ല, വെസ്റ്റിന് പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തും ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാണ് S-400 ഉപയോഗം എന്ന് പറയുന്നത്. എന്തായാലും സ്പെയിനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ സൈബർ ആക്രമണ സാധ്യത വർദ്ധിക്കുമെന്ന ആശങ്കകൾ കൂടുതൽ ശക്തമായതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്പെയിനിൽ മൊബൈൽ സേവനങ്ങൾ തടസ്സപ്പെട്ടു. ഒരാഴ്ച മുമ്പ് സ്പെയിനിലും ഫ്രാൻസിലും ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് സ്പെയിനിലെ എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകളും തകരാറിലായി. മോവിസ്റ്റാർ, ഓറഞ്ച്, വോഡഫോൺ, ഡിജി മൊബൈൽ എന്നിവയുൾപ്പെടെയുള്ള നെറ്റ്വർക്കുകളെ ഇത് ബാധിച്ചു. സ്പെയിനിലെ ടെലിഫോൺ സേവന കമ്പനികൾ എല്ലാ സേവനങ്ങളും തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ സ്പെയിനിലെ ലാൻഡ് ലൈൻ, ഇന്റർനെറ്റ്, അടിയന്തര കോൺടാക്ട് സേവനങ്ങൾ തകരാറിലായി പരാതികൾ ഉണ്ടായിരുന്നു. ഈ സേവനങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരാഴ്ച മുമ്പ് വൈദ്യുതി തടസ്സമുണ്ടായിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും പെട്ടെന്ന് ഒരു കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. ഇതെന്താണ് എന്നുള്ളതാണ് പല ആൾക്കാരും തലപുകഞ്ഞ് ആലോചിക്കുന്നത്. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ പെട്ടെന്ന് വൈദ്യുതി തടസ്സമുണ്ടായി. ഇതുമൂലം വിമാന സർവീസുകൾ മുതൽ മെട്രോ വരെയുള്ള പ്രവർത്തനങ്ങൾ നിലച്ചു എന്നുള്ളതാണ് വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. നിരവധി ഫോൺ നെറ്റ്വർക്കുകളും തകരാറിലാണ്. മാഡ്രിഡ് മുതൽ ലിസ്ബൺ വരെയുള്ള പ്രദേശത്ത് ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. ഈ അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി ഈ രാജ്യങ്ങൾ പ്രോട്ടോക്കോളുകൾ നടപ്പാക്കിയിട്ടുണ്ട്. പെട്ടെന്നുള്ള വൈദ്യുതി തടസ്സത്തിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. എന്നാൽ സ്രോതസ്സുകൾ പ്രകാരം സൈബർ ആക്രമണമാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നാൽ ആരുടെ സൈബർ ആക്രമണമാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇതിന് പല കോൺസ്പിറസി തിയറികളും വരുന്നുണ്ട്. അതായത് സൈബർ ആക്രമണം വരുമ്പോൾ, സ്പെയിനിലും ഫ്രാൻസിലും അടക്കം സൈബർ ആക്രമണം വരുമ്പോൾ റഷ്യ യൂറോപ്പിലോട്ടൊരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നു. ഇത് റഷ്യയുടെ ഭാഗത്തു നിന്നാണോ വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് പല ഭാഗത്തും ഉയരുന്നത്. എന്തായാലും അത് സ്ഥിരീകരിക്കാൻ ഇതുവരെ യാതൊരുവിധ തെളിവുകളും അവരുടെ ഭാഗത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. സ്പെയിനിലെ ഉപഭോക്താക്കൾക്ക് രാവിലെ 5 മണി മുതൽ കോളുകൾ വിളിക്കാൻ കഴിഞ്ഞില്ല. ടെക്സ്റ്റ് മെസ്സേജ് പോലും അയക്കാൻ കഴിഞ്ഞില്ല. മൊബൈൽ അനുബന്ധ സേവനങ്ങളെല്ലാം നിർത്തിവെച്ചു. മാഡ്രിഡ്, മലാഗ, ബാഴ്സലോണ, വലൻസിയ, മുർസിയ, സെവിലെ, ബിൽബാവോ തുടങ്ങിയ രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും ഈ പ്രശ്നമുണ്ടായി. ആളുകൾക്ക് സിഗ്നൽ ഇല്ലായിരുന്നു. പൂർണ്ണമായും വൈദ്യുതിയും ഇന്റർനെറ്റും ഇല്ലാത്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.